KLF ഗുരുമൊഴി കഥാവർത്തമാനങ്ങൾ. പങ്കെടുക്കുന്നവർ ശ്രീ ബോബി ജോസ് കട്ടിക്കാട്, ശ്രീമതി അശ്വതി ശ്രീകാന്ത്. ശ്രീ ബോബി ജോസ് കട്ടിക്കാട് ആത്മീയ പ്രഭാഷണങ്ങളിൽ ശ്രദ്ധേയൻ. കൂട്ട്, അവൾ, സഞ്ചാരിയുടെ ദൈവം, ഹൃദയവയൽ, നിലത്തെഴുത്ത്, ഓർഡിനറി, അകം, പുലർവെട്ടം തുടങ്ങിയ തത്വചിന്താപരമായ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വെറുമൊരോർമ്മ തൻ കുരുന്നുതൂവൽ എന്ന ശ്രദ്ധേയമായ ഓർമ്മക്കുറിപ്പുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീമതി അശ്വതി ശ്രീകാന്ത് ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി, എഴുത്തുകാരി, അഭിനേത്രി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ മികവ് തെളിയിച്ചു. 2020 മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് ലഭിക്കുകയുണ്ടായി. കാളി, ഠായില്ലാത്ത മിഠായികൾ, മഴയുറുമ്പുകളുടെ രാജ്യം എന്നിവയാണ് കൃതികൾ. ഇരുവരെയും ഏറെ സ്നേഹത്തോടെ എഴുത്തോലയിലെ ആദ്യ സെഷനിലേക്ക്, ഗുരുമൊഴി കഥാവർത്തമാനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെഷൻ ആരംഭിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഫാദർ, പ്രിയപ്പെട്ട കുട്ടികളെ ആൻഡ് സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നേരം കുറച്ച് ചെറിയ ചിന്തകളും വർത്തമാനങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം നിങ്ങളോട് എന്ന് വിചാരിച്ചിട്ടാണ്. വലിയ പ്ലാനിങ്ങിലൊന്നും അല്ല അല്ലേ ഫാദർ, നമ്മളങ്ങനെ വലിയ പ്ലാനിങ്ങിലൊന്നും അല്ല ഇരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് കുറച്ച് സമയം ബ്രേക്ക് കിട്ടിയല്ലേ അല്ലേ? പുസ്തകം വായിക്കാൻ ഇഷ്ടമാണോ? ഇത് ഇവിടെ കുറേ പേര് പറഞ്ഞു അല്ലെന്ന്. വായിക്കാൻ ഇഷ്ടമല്ല, പിന്നെ എന്താ ഇഷ്ടം? ഗെയിം കളിക്കാനാണോ? സിനിമ കാണാൻ ഇഷ്ടമാണോ? ഓക്കെ. അപ്പൊ എന്തായാലും ഈ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു വന്ന ടീച്ചേഴ്സിനും രക്ഷകർത്താക്കൾക്കും ആദ്യം അഭിനന്ദനം അറിയിച്ചോളട്ടെ. അപ്പോൾ നിറഞ്ഞ സദസ്സൊന്നും അല്ല, പക്ഷെ എന്നാലും ഇത്രയും പേര് മതി അല്ലേ? നമ്മൾ ഈ റിപ്പിൾസ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്നോ രണ്ടോ ആളുകളിൽ നിന്നാണ് അറിവാണെങ്കിലും സന്തോഷമാണെങ്കിലും സ്പ്രെഡ് ചെയ്യുന്നത് ഒരുപാട് പേരിലേക്ക്. എനിക്ക് ഫാദറിൻ്റെ കൂടെ ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യത്തിൽ ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഫാക്ട്. ഓക്കെ. അപ്പോൾ ഫാദർ, നമുക്ക് കുട്ടികളോട് സംസാരിച്ചു തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കാം, എങ്ങനെയാണ് നമ്മൾ സെഷൻ മുന്നോട്ട് കൊണ്ടുപോവുക? ഞാൻ ചോദിക്കട്ടെ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരുപാട് സമകാലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് കാലത്ത് പലപ്പോഴും നമ്മൾ കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്തിരുന്ന പോലെ, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് പോലെ ആ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മളൊരു ഡിജിറ്റൽ വേൾഡിലേക്ക് ജനിച്ചു വീണ കുട്ടികളാണ് നിങ്ങളിലേറെയും. അപ്പോൾ ഇന്നത്തെ കാലത്തെ പേരൻറ്റിങ്ങിൽ അതുപോലെ ടീച്ചിങ്ങിലൊക്കെ വലിയൊരു വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഫാദർ, ആ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ, കുട്ടികളെ അഡ്രസ്സ് ചെയ്യണോ അതോ പേരൻസിനെ അഡ്രസ്സ് ചെയ്യുന്നുള്ളൊരു ചെറിയൊരു ആശങ്ക ഉണ്ട്.
പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് സ്വാഭാവികമായിട്ടത് കുറച്ച് കാര്യങ്ങൾ മുതിർന്നവരോട് പറഞ്ഞിട്ട് മക്കളിലേക്ക് എത്താന്നാ കരുതുക. എനിക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കണക്ക് തന്നെ എൻ്റെ ഒരു പരിസരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു യേശു പരിസരം എന്നൊക്കെ പറഞ്ഞ സംഭവം. കുട്ടികളെ സ്നേഹിച്ചിരുന്ന, കുട്ടികൾ തടയരുന്നൊക്കെ പറഞ്ഞ ഒരു ഗുരുവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് എൻ്റെയും ചില പെഡഗോജിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുന്നത്. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യം ഇതാണ്, നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ് വാസ്തവത്തിൽ. ചില പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്, എന്തായിരിക്കും നിങ്ങളുടെ റിഗ്രറ്റ്സ് കടന്നു പോകുമ്പോൾ സായന്തനത്തിൽ. പലർക്കും പലതുണ്ടാവാം, ഒരു ടെംപ്ലേറ്റ് ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും മുതിർന്ന ഏതൊരാൾക്കും ഉണ്ടാവുന്നൊരു റിഗ്രറ്റ് എന്ന് പറയുന്നത് വി വർ നോട്ട് ഫെയർ വിത്ത് അവർ ചിൽഡ്രൻ. നമ്മൾ നമ്മുടെ കുട്ടികളോട് ഒരിക്കലും ഫെയർ ആയിരുന്നില്ല. അത് ഈ കാലത്ത് മാത്രമല്ല, ഏതൊരു കാലത്തിൻ്റെയും പേരൻസിൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങളൊന്നായിരിക്കും അധ്യാപകരുടെയും. നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ട് നമ്മളതിനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ പ്രഷ്യസ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്ക് പരിചയമുണ്ടേ. നോർമലി അത് പറയുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് കൺസീവിങ് എളുപ്പമല്ലാത്ത വൈകി വന്ന അമ്മമാർക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രഷ്യസ് ചൈൽഡ് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ കൃത്യമായ നേരത്തോ കാര്യമായ തടസ്സങ്ങളൊക്കെ ഇല്ലാതെ കുഞ്ഞുങ്ങളെ കിട്ടിയവർക്കും കുഞ്ഞ് പ്രഷ്യസ് തന്നെയാണ്. ദർ ഇസ് നത്തിങ് മോർ പ്രഷ്യസ് ദാൻ എ ചൈൽഡ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റർ കണ്ട്, ഒരമ്മയുടെ കഴുത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞാണ്. എന്നിട്ട് അതിന് താഴായിട്ട് എഴുതിയിരിക്കുന്ന ഇതാണ്, ലോകത്തൊരു ജൂവലും ഇതിന് പകരമാവത്തില്ല. നിങ്ങളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞ്, നിങ്ങളുടെ മടി കിടക്കുന്ന കുഞ്ഞ്, നിങ്ങളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ്, നിങ്ങളുടെ മാറിക്കിടക്കുന്ന കുഞ്ഞ്, ഒരു ജൂവലും അതിന് പകരമല്ല. അപ്പം അത്രയും പ്രഷ്യസ് ആയൊരു സാധ്യത നൽകിയിട്ട് നമ്മൾ അവരോട് എന്ത് ചെയ്തു? വാട്ട് യു ഡു വിത്ത് അവർ ചിൽഡ്രൻ? അപ്പം അതുകൊണ്ട് ഇന്നതെന്ന് പറയുന്നതായിട്ട് പറ്റുന്നില്ലെങ്കിൽ പോലും എനിക്ക് പൊതുവെ പറയാനുള്ളൊരു കാര്യം ഇതാണ്, കുഞ്ഞുങ്ങളോടൊരു ഗിൽട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. യേശുവിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അതാണ് ഞാൻ ഒന്ന് വായിച്ചെടുക്കാനും സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നത്. യേശുവിന് സ്വാഭാവികമായിട്ട് ഒന്നിനോടും ഗിൽട്ട് തോന്നേണ്ട കാര്യമില്ല. കാരണം ഒന്നിനകത്തും ഒരാളെയും വയലേറ്റ് ചെയ്തിട്ടില്ല, ഒന്നിനെയും ഹനിച്ചിട്ടില്ല, ഒന്നിനെയും നിസ്സാരമായോ ചെറുതായോ കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും യേശുവിനെ കുറച്ച് അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു യേശുവിൻ്റെ ഉള്ളിലൊരു വിഷമം കിടപ്പുണ്ട്, ഈ കുട്ടികൾ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കണക്കൊരു സംഭവമുണ്ടല്ലോ, ഇങ്ങനെ യേശു ജനിച്ചു കഴിയുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൊല്ലുന്നൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള കൃഷ്ണ ഹംസ സംഭവത്തിൽ പറയുന്ന ഏകദേശം പാരലൈസ് സ്റ്റോറിയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു എഴുത്തുകാരൻ സക്കറിയൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെ വേണം രക്ഷകന്മാർക്ക് വരാൻ. സ്വാഭാവികമായിട്ട് ഈ ഒരു ഗിൽറ്റ് കിടപ്പുണ്ടാകും. തൻ്റെ നാമത്തിൽ കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയോ തനിക്ക് പകരമൊക്കെ ആയിട്ട് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ. അപ്പം ആ ഗിൽറ്റിൽ നിന്നാണെന്ന് തോന്നുന്നു യേശു കുറെ കൂടി ഈ കുഞ്ഞുങ്ങളോട് കുറെ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മുടെ ഗിൽട്ടും ഈ ഗുരുക്കന്മാരുടെ ഗിൽറ്റ് നമ്മൾ വ്യത്യാസം എന്താണെന്നറിയാമോ? നമ്മുടെ ഗിൽറ്റ് നമ്മൾ ഡിപ്രസീവ് ആക്കും, അടച്ചുപൂട്ടി ഇരിക്കാനായിട്ട് പ്രേരിപ്പിക്കും. പുരുഷന്മാർ ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞെന്നിരിക്കാം, സ്ത്രീകൾ ക്രോണിക് ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നിരിക്കാം. പക്ഷെ ഗുരുക്കന്മാരുടെ ഒരു സെൻസ് ഓഫ് ഗിൽറ്റ് എന്ന് പറയുന്നത് അവരെ കുറെ കൂടി ജീവിതത്തോട് അസേർട്ടീവ് ആക്കും, ജീവിതത്തോട് ചലഞ്ചിങ് ആക്കും. അതുകൊണ്ട് തനിക്ക് ഒരു ഗിൽറ്റ് അനുഭവപ്പെട്ട മേഖലയിൽ യേശു ഓവർ പ്രൊട്ടക്റ്റീവ് ആയെന്ന് തന്നെയാണ് ഞാനിങ്ങനെ യേശുവിൻ്റെ ഒരു പാരൻറ്റിങ് ടീച്ചിങ് സങ്കല്പത്തിൽ നിന്ന് യേശുവിൻ്റെതായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പറയുന്നതൊക്കെ, ഗാന്ധിയുടെ ഏറ്റവും വലിയ ഗിൽറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആത്മകഥ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഈ ഡബിൾ ഷേം എന്ന് പറഞ്ഞുകൊണ്ട്. അച്ഛൻ തീരെ വയ്യാതായിട്ട് കിടക്കുന്ന രാത്രിയിൽ പോലും അയാൾക്ക് അയാളുടേതായ ചില ശാരീരികമായ താല്പര്യം ഉണരുകയും ഗർഭിണിയായ ഭാര്യയോടൊപ്പം ശയിക്കുകയും അവിടെ ആയിരിക്കുമ്പോഴാണ് കൊട്ടു വരുന്നത്, അച്ഛൻ മരിച്ചെന്നോ മരിക്കാൻ പോകുന്നെന്നോ. അപ്പോൾ സ്വന്തം അച്ഛൻ ഇങ്ങനെ കടന്നു പോകുന്ന രാത്രിയിൽ പോലും തൻ്റെ ശരീരത്തിൻ്റെ പ്രിയങ്ങൾക്ക് ഇടം കൊടുത്ത ഒരാളെന്ന നിലയിൽ ഈ ഗിൽറ്റാണ് വാസ്തവത്തിൽ ഗാന്ധി ബ്രഹ്മചര്യം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് എത്തിക്കുന്നത്. ദാമ്പത്യത്തിനകത്തുള്ള ബ്രഹ്മചര്യം, വിച്ച് ഈസ് നോട്ട് വെരി മച്ച് ഫാമിലിയർ ടു അവർ കമ്മ്യൂണിറ്റി.
ഗാന്ധിയാണ് ഏറ്റവും നന്നായിട്ട് ബ്രഹ്മചര്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബൈ ബിക്കമിങ് എ ബ്രഹ്മചാരി എ മാൻ ബിക്കംസ് എ വുമൺ. ഈ അഗ്രസീവായിട്ടുള്ള പുരുഷൻ്റെ എലമെൻറ്റ്സ് അടർന്നു പോകുന്ന വിളിക്കുന്ന വാക്കാണ് എന്ത്? ബ്രഹ്മചര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ബുദ്ധിമുട്ടും ഖേദവും ഒക്കെ ഉള്ള മേഖലയ്ക്കകത്ത് നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ആ മേഖലയ്ക്കകത്ത് എന്തുമാത്രം ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ കണ്ണുപൂട്ടിയിരിക്കണം. ഓരോരുത്തരുടെയും ഇപ്പോൾ ഏകദേശം 100-300 പേര് കേൾക്കുന്നു വിചാരിക്കും പലയിടങ്ങളിലായിട്ട്. ഈ 300 പേരുടെയും കോണ്ടെക്സ്റ്റ് 300ആണ്. ആ 300 കോണ്ടെക്സ്റ്റുകൾക്ക് ഇണങ്ങിയ സർഗാത്മകമായ സൃഷ്ടിപരമായ എന്ത് സാധ്യതയുണ്ടെന്ന് അന്വേഷിക്കണം. ഇപ്പോൾ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ തന്നെയാണ്, കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നല്ല, എല്ലാ കാലത്തും കൂടി വിൽക്കപ്പെട്ട ഏറ്റവും വലിയ കളിപ്പാട്ടം എന്ന് പറയുന്നത് റൂബിക്സ് ക്യൂബാണ്. നിങ്ങൾ വെറുതെ അതിൻ്റെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ഈ റൂബിക്സ് ക്യൂബ് എന്ന് പറയുന്ന കളിപ്പാട്ടമല്ല, ഈ കാറോ ടോയ് കാറോ ഡോളോ ഒന്നുമല്ല ഈ പറഞ്ഞ കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടത്. എന്താ റൂബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്? സംതിങ് ടു സോൾവ്. എന്തോ ഒരു കാര്യം നമുക്ക് പതുക്കെ തിരിച്ച് നേരെയാക്കേണ്ടത് വരും. ഇപ്പോൾ സിനിമയൊക്കെ കാണുന്നവർക്കറിയാം, ഇൻ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ചിത്രം. അതിനകത്ത് നിശ്ചയമായിട്ട് ഈ റൂബിക് ക്യൂബ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. നമ്മൾ പറയുന്ന കണക്ക് ഒരു സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിക്ക് എപ്പോഴും കുറച്ചുകൂടി ആഴമായൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തിരിക്കാൻ പറ്റുന്ന, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കാൻ പറ്റുന്ന ആ വീടിൻ്റെ പാരൻറ്റിങ്ങിന് റൂബിക്സ് ക്യൂബ് എന്താണെന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും. അതൊന്ന് പതുക്കെ തിരിച്ചെടുത്തില്ലെങ്കിൽ വൺ ഡേ വി ആർ ഗോയിങ് ടു റിഗ്രറ്റ് മോർ. അസ്തി കോംപ്ലിമെൻ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഫാദർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പേരൻറ്റിങ്ങിൽ ഗിൽറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലേണിങ്ങും അൺലേണിങ്ങും ഒക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ റെഗുലറായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ആസ് എ പേരൻറ്റ് അല്ലേ നമുക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുട്ടികൾ ഇന്നുകൂടി ഒരു വാർത്ത, ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-13 വയസ്സുള്ള കുട്ടികളൊക്കെ ഭയങ്കര അഗ്രസീവ് ആവുന്നു, അവർക്ക് ആ ഒരു ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യം. അപ്പോൾ അതിനകത്ത് ഡിജിറ്റൽ ഇതിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫാദറിനോട് അത് ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഷെയർ ചെയ്തിട്ട്, പേരൻസും കൂടെ ഉള്ളൊരു സദസ്സായതുകൊണ്ട് ഷെയർ ചെയ്തിട്ട് പോവാം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള കോണ്ടന്റിലേക്ക് കുട്ടികളെ എക്സ്പോസ് ചെയ്യിക്കരുത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പറയും നമ്മൾ ആ ഒരു ഇപ്പോൾ 18+ എന്നുള്ള ടാഗിലാണ് സിനിമകൾ വരുന്നത്, അല്ലെങ്കിൽ പല അതിന് ഒരു ഏജ് ബാർ ഉണ്ട്, അപ്പോൾ നമ്മൾ കാണിക്കാതിരുന്നാൽ മതിയല്ലോ എന്ന്. പക്ഷേ ഇവരുടെ ഒക്കെ കയ്യിൽ മൊബൈൽ ഫോണിന് ആക്സസ് ഉണ്ട് അല്ലേ, ഫോൺ കിട്ടാറില്ലേ? അപ്പോൾ അതിനകത്തെ ഒരു ഗെയിമിൽ അവർ ഡെയിലി കളിക്കുന്ന ഒരു ഗെയിമിൽ തൊട്ട് അവർ കാണുന്ന റീലുകളിൽ പോലും ഇതുപോലെ വയലൻസ്, അല്ലെങ്കിൽ ഒരു എനിമി ആണെങ്കിൽ പോലും കൊന്നുകളയുക, അത്തരത്തിലുള്ള വയലന്റ് കോണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എല്ലാവരും പറയും അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള സിനിമകൾ കണ്ടിട്ട് ഇവിടെ എത്ര ഗാന്ധിജി ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. വളരെ നോർമലായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്. നല്ല മെസ്സേജസ് ഉള്ള എത്രയോ സിനിമകൾ വരാറുണ്ട്, അല്ലെങ്കിൽ നല്ല റീൽസ് വരാറുണ്ട്, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വരാറുണ്ട്. ഇതൊന്നും വായിച്ചിട്ട് അപ്പോൾ ആരും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് കാണാറില്ലല്ലോ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് വളരെ ചുരുങ്ങിയ ഒരു നമ്പറാണ്, വലിയൊരു മാറ്റമൊന്നും കാണാറില്ല. അപ്പോൾ പിന്നെ ഈ വയലൻസിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഭയക്കുന്നത്, അല്ലെങ്കിൽ ഈ വയലൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് എന്തുകൊണ്ട് എക്സ്പോസ്ഡ് ആക്കരുത് എന്ന് പറയുന്നു എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നത് തന്നെ സർവൈവലിലേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബ്രെയിൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാ. കാരണം നമ്മളെ സേഫ് ആക്കി വെക്കണമല്ലോ. അതുകൊണ്ട് ബ്രെയിൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ, പേടിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതാകുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം. അതുകൊണ്ട് തന്നെ വയലൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഷെഡ് ഉണ്ടാക്കുന്ന, നമുക്ക് അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന, പേടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കോണ്ടന്റുകൾ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര അലേർട്ടായിട്ട് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് അതിലേക്ക് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടുപോകുന്നത് പോലെയല്ല നമ്മുടെ ബ്രെയിൻ ഇതിനെ കൺസീവ് ചെയ്യുന്നത് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മൾ നിരന്തരം ഇത്തരത്തിലുള്ള കോണ്ടന്റ് കാണുകയും വാർത്തകളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ്. ഫാദറിന് കുട്ടികളോട് എന്താണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? നമ്മൾ ഒരുപാട് വയലൻസ് ചുറ്റുപാടും കാണുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും നമ്മളെ ശാന്തരായിരുത്താൻ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വീണ്ടും മുതിർന്നവരിലോട്ട് തന്നെ പോകേണ്ടതായിട്ട് വരുന്നു. ഇപ്പം നമ്മൾ ഈ കലി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ, പുരാണത്തിലൊക്കെ ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഈ നളനെ ബാധിക്കുന്നതാണ് ഈ കലി എന്ന് പറയുന്നത്.
ഈ കലി ബാധിക്കാത്ത എത്ര പേരൻസ് ഈ കൂട്ടത്തിലുണ്ടാവും? ആൻഡ് ഐ എം ഷുവർ ആരും ഉണ്ടാവില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് പറയുന്നതല്ല, നമ്മുടെ ചെറിയ പരിചയം മതി. അപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ അഗ്രസീവ് ആവരുതെന്നൊക്കെ പറയാനായിട്ടുള്ള ധൈര്യം, ധാർമ്മിക ബലം എന്നൊക്കെ പറയുന്നത് തീരെ കുറവാണ്. ഇപ്പം ശിക്ഷ, ഇപ്പം അശ്വതി ഞാൻ സത്യം ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആങ്കർ എന്ന നിലയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അശ്വതിയുടെ ഒരു റൈറ്റിങ്ങിന് എന്ന് പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിക്കുന്ന അടുത്ത കാലങ്ങളിലാണ്. അശ്വതി ഈ ദിവസങ്ങളിൽ ഈ സ്കൂളിലൊരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയൊരു കുറിപ്പ് എനിക്ക് തോന്നുന്നു ഒരു മസ്റ്റ് റീഡാണ്. കാരണം എല്ലാവരും ആ കുട്ടിക്കെതിരായിട്ട് സംസാരിക്കുമ്പോഴേക്കും ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ചുരുക്കം ചിലർ അവരാണ് കൂടുതലും അപഹസിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. കാരണം പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ ജെർക്കുണ്ടായി, അപ്പം അതിനകത്തൊരു അശ്വതി കാണിച്ചൊരു ബോൾഡ്നെസ് ഉണ്ട്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഷി ഹാസ് എ റിയൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ്. അപ്പം ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫിൽ നിന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് ഇതിനൊക്കെ അവകാശം ഉണ്ടെന്നുള്ളതാണ്. കുട്ടികളൊന്നും കേൾക്കുന്നില്ല, അത് വെറുതെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. കഥകൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, അത് നിങ്ങൾ പറയുന്ന കണക്കുള്ള മുത്തശ്ശി കഥകൾ പോലുമല്ല. നമ്മളത് അത്രയും സരളമായിട്ടൊന്നും കുഞ്ഞുങ്ങളെ നമുക്കറിയാം. ഇപ്പോൾ വെറുതെ ഒരു ചലച്ചിത്രം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നല്ലൊരു ചലച്ചിത്രം ഒരു പക്ഷെ അത്രയും ഭംഗിയായിട്ട് തിയേറ്ററിൽ പോയില്ല. അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ ഒന്നും നമുക്കൊരു സംശയമില്ല കേട്ടോ. നമുക്ക് വളരെ അപ്രിസിയേഷനുള്ള ആൾക്കാരാണ് അതിന് പിന്നിലുള്ളത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കണം ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു കരുതിയ ഒരു ചിത്രത്തിനകത്ത് കുട്ടികൾ ഇത്രയും പ്രവേശിക്കാതെ വളരെ സമാധാനമുള്ള ഈ പഴയ ഇതിനകത്തൊക്കെ ഉള്ള ഒരു സേവ്യർ, ഈ രക്ഷക സങ്കല്പമൊക്കെ ഉള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ കുട്ടികൾക്ക് ഈ സരളമായ കഥകളോട് പോലും ഇപ്പം താല്പര്യമില്ല. അപ്പം കുറച്ചുകൂടി അവരുടെ ഈ പറഞ്ഞ സിസ്റ്റം, നേരത്തെ പറഞ്ഞ കണക്ക് അച്ഛൻ പറഞ്ഞ കണക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ആ കോംപ്ലക്സ് സിസ്റ്റത്തിനകത്ത് നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളും അവർ കേൾക്കുന്നില്ല. ഞാനത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യങ്ങളും അത് കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് ഈ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി റിബല്യസ് ആക്കുന്നുണ്ട്. ഇനി അഥവാ അവർ കേൾക്കുന്നതായിട്ടൊക്കെ നടിക്കുന്നെങ്കിൽ പോലും അത് വെറുതെ ഭേദപ്പെട്ടൊരു മര്യാദയുടെ പേരിൽ മാത്രം ചെയ്യുന്നതാണ്. പക്ഷെ അവർ നന്നായിട്ട് കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ചലഞ്ച് വരുന്നത്. ഒരു ഭംഗിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് കുട്ടികൾ നിങ്ങളെ കാണുന്നുണ്ട്. ഒരു നിരീക്ഷണം എങ്ങനെയാണ്, നമ്മൾ കേട്ടത് ഗർഭപാത്രത്തിൽ മാത്രമാണ്. ഗർഭപാത്രത്തിൽ നമ്മുടെ ആ ഫാക്കൽറ്റി ഓഫ് ലിസണിങ് ഭയങ്കര ശക്തമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ്റെയൊക്കെ ശബ്ദം അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ ശബ്ദം, ഈ അമ്മാമ്മയുടെയൊക്കെ ശബ്ദം കുട്ടികൾ ജനിച്ചപ്പോൾ തന്നെ പിടുത്തം കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ബോണസിന് കൂടി ഈ കുട്ടികൾ അത് അടച്ചു വെച്ചിട്ട് പിന്നെ കാണാൻ തുടങ്ങും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ 180 ഡിഗ്രി കഴുത്തിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവരുടെ റെറ്റിനെ പതിയുന്ന നിങ്ങളുടെ ദൃശ്യങ്ങൾ നല്ലതായിരുന്നു ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് സഹാനുഭൂതിയോടുകൂടിയാണ്, എന്ത് അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടിയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതിരുന്നിട്ടുണ്ടോ, ഇതൊക്കെ ഭംഗിയായിട്ട് ഒപ്പുകടലാസ് കണക്ക് കുട്ടികൾ എടുക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ചിത്രങ്ങൾ രൂപപ്പെടുകയും അതിനകത്തുനിന്ന് തങ്ങളുടെ പ്രായത്തിനടങ്ങിയ കൺക്ലൂഷൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത കുഞ്ഞുങ്ങളുടെ മീതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പണ്ട് പറയുന്നത്, എന്തിനും അല്ലേ, ഇതിന് മീതെ കൊണ്ട് വളം വെക്കരുന്ന് പറയല്ലേ, അതിന് മീതെ കൊണ്ട് വളം വെക്കരുന്ന് പറയുന്നത്. അപ്പം എല്ലാം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പാരൻസ് സങ്കല്പങ്ങളും വാസ്തവത്തിൽ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് പേരൻസിനാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, കുട്ടികളല്ല. കുട്ടികൾ ഒന്നിൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും ആരംഭിച്ചത് അവരല്ല, പക്ഷെ അവരാണ് എല്ലാത്തിൻ്റെ ഇരകൾ. ഇപ്പം ഗാസയിൽ യുദ്ധമൊക്കെ തീരുമ്പോൾ അപ്പോൾ അതല്ലേ വാസ്തവല്ലേ കുട്ടികൾ ആരംഭിച്ച യുദ്ധം വല്ലതും ആണോ? അല്ല. എന്നിട്ട് അതിൻ്റെ ഇരകൾ ആരാണ്? കുഞ്ഞുങ്ങളാണ്. ഇത് ഗാസയിൽ മാത്രമല്ല, ഒരു അസംതൃപ്തമായ ദാമ്പത്യത്തിൽ പോലും നിങ്ങൾ ഓർത്തോളണം, എല്ലാത്തരം സംഘർഷങ്ങളുടെയും ഇര എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഹെവിയാണ് അത്. ഇപ്പം ക്രിസ്മസ് കാലത്തൊക്കെ വന്നൊരു കാർഡ് ഞാൻ ആലോചിക്കുകയായിരുന്നു. സാന്ത ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വേർ ആർ ദ ചിൽഡ്രൻ? കുട്ടികളോടൊപ്പം എന്നാണ് ചോദിക്കുന്നത്. പഴയ ക്രിസ്മസ് കാർഡുകളകത്തൊക്കെ തിരിച്ചാണ്, കുട്ടികളാണ് ചോദിക്കുന്നത് കളിപ്പാട്ടങ്ങൾ എവിടെയാണ്? കളിപ്പാട്ടങ്ങളുണ്ട്, കുട്ടികളില്ല. അപ്പോൾ വെറുതെ ഞാൻ വീണ്ടും ആ കുറ്റബോധത്തോട്ട് തന്നെ വരികയാണ്. ഒരു അനാരോഗ്യകരമായ ഒരു ദാമ്പത്യം
ആരോഗ്യമില്ലാത്തൊരു സമൂഹം ഇതിൻ്റെ വെറുതെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങൾ. നമുക്ക് അവരെ ശകാരിക്കാനോ കലഹിക്കാനോ ഉള്ള ഒരവകാശവും ഇല്ല. ക്രിസ്തീയ ദേവാലയങ്ങളിലൊക്കെ പറയുന്ന കണക്ക് വെറുതെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറയാൻ അപ്പുറമായിട്ട് എനിക്കൊന്നും അശ്വതി ഇതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടില്ല. കുട്ടികൾ ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വന്ന എത്ര പേരുണ്ട് നോക്കട്ടെ? ഓക്കെ, നമുക്കൊരു കഥ പറഞ്ഞാലോ? കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ശരിക്കും ഉള്ളതാണോ? ഇപ്പൊ എന്തോ പ്രശ്നം എന്ന് വെച്ചാലുണ്ടല്ലോ, എല്ലാം 1 മിനിറ്റിൽ തീരണം. റീൽസിന്റെ ടൈം അത്രയാണേ. അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതൽ അറ്റൻഷൻ നിൽക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പേരൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് നമുക്ക് പെട്ടെന്ന് മാറണം. പുതിയ 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 ഫ്രഷ് സാധനങ്ങളിലേക്ക് മൂവ് ചെയ്യണം. നമ്മുടെ ബ്രെയിനിന് ഒരു സ്ഥലത്ത് അധികം നേരം നിൽക്കാനുള്ള ക്ഷമയില്ലാതായി തുടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾക്ക് നല്ലോണം ഉണ്ട്. നമ്മൾ മുതിർന്നവരാണെങ്കിലും അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് തീർച്ചയായിട്ടും ഉള്ളത്. അത് നമ്മുടെ എല്ലാ കാര്യത്തിനെയും പതുക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതിപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാനുള്ള, ഇത് വർക്കൗട്ട് ആവുമോ എന്ന് നോക്കാനുള്ള ക്ഷമ പോലും ഇല്ല. അപ്പോൾ തന്നെ നമ്മൾ പറയും ഓക്കെ ഇത് നടക്കില്ല, നമുക്ക് അടുത്തത്. സോ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ്. എല്ലാ ലെവലിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ തോണ്ടൽ പരിപാടി എന്ന് പറയുമായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞുതരാം. നമുക്ക് ഫാദറിനോട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, കുട്ടികൾക്ക് ഒരു കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ആൻറ്റി കഥ പറയാൻ പോണത്. ഓക്കെ അല്ലേ? ഓക്കെ. പണ്ടൊരിടത്ത് ഒരു ശില്പി ഉണ്ടായിരുന്നു. ശില്പി എന്ന് വെച്ചാൽ ആരാ? ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആള്. ഓക്കെ, ശില്പി ഉണ്ടായിരുന്നു. അപ്പോൾ ശില്പി ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പൊസഷൻ വന്നു. ഇങ്ങനെ ഒരു ജാഥ വന്നു. നോക്കുമ്പോൾ രാജാവാണ് വരുന്നത്. പണ്ടത്തെ കാലത്താണ് കേട്ടോ. അപ്പൊ രാജാവൊക്കെ ഉള്ള കാലം. രാജാവ് വരുന്നു. അപ്പോൾ ശില്പി നോക്കിയപ്പോഴേക്കും ശില്പിനെ പെട്ടെന്ന് ആരോ വന്ന് തട്ടി മാറ്റി, എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. മാറി നിൽക്കൂ, രാജാവ് വരുന്നു എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റി. അപ്പൊ ശില്പി ഓർത്ത് ഇതാരാണ് ഇത്ര ശക്തനായിട്ടുള്ള ഒരാള് വന്നത്? അപ്പൊ നോക്കിയപ്പോൾ രാജാവാണ്. അപ്പൊ ശില്പി ഇങ്ങനെ ശരിക്കും ആഗ്രഹിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു രാജാവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലേ? എല്ലാവരും ഇങ്ങനെ തട്ടി മാറ്റി പോകാനുള്ള ശക്തിയുള്ള ഒരാളാണെങ്കിൽ എനിക്ക് രാജാവായാൽ മതി എന്ന് അയാൾ വിചാരിക്കുകയും അയാൾ വിചാരിച്ച സമയം നല്ലതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ദൈവം അത് കേട്ടു. അടുത്ത മൊമെന്റിൽ പുള്ളി രാജാവായി. കഥയിൽ ചോദ്യമില്ല കേട്ടോ, എങ്ങനെ രാജാവായെന്ന് ചോദിക്കരുത്, ഇത് പഴയ കഥയാ. ഓക്കെ. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹം രാജാവായി. രാജാവായ സമയത്ത് രാജാവ് ഇങ്ങനെ ജാഥയായിട്ട് പോവാണ്. അപ്പൊ നോക്കുമ്പോൾ കടുത്ത വെയിലടിച്ചിട്ട് രാജാവിന് ഈ ജാഥയിൽ നല്ല സുഖമായിട്ട് പോവാൻ പറ്റുന്നില്ല. ശില്പിയാണല്ലോ ഇപ്പോഴത്തെ രാജാവ്. അപ്പൊ നോക്കുമ്പോ സൂര്യൻ മേലെ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുക. അപ്പൊ സൂര്യന്റെ ഈ പവറിന് മുന്നിൽ രാജാവൊന്നും ഒന്നുമല്ല, അല്ലേ? രാജാവ് വളരെ നിസ്സാരനാണെന്ന് തോന്നി. അപ്പൊ രാജാവ് ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് സൂര്യനായാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ പുള്ളിയുടെ സമയം കറക്റ്റ് ആയിരുന്നു. പുള്ളി വിചാരിച്ച അപ്പൊ തന്നെ നടക്കും. അപ്പൊ എന്ത് പറ്റി? ആള് സൂര്യനായി ഇങ്ങനെ നല്ല ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്നറിയോ? വലിയൊരു മേഘത്തിന്റെ കൂട്ടം വന്ന് ഈ സൂര്യനെ മറച്ചു കളഞ്ഞു. മേഘം മറച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? സൂര്യന് പിന്നെ പ്രകാശം കൊണ്ട് ഭൂമിയിലേക്ക് കടത്തിവിടാൻ പറ്റുമോ? ഇല്ല, സൂര്യൻ മൂടിപ്പോയി. അപ്പൊ സൂര്യന് വിഷമായി. ഇതിലും പവർഫുൾ ആരാണ്? മേഘാണെന്ന് വിചാരിച്ചു. അടുത്ത നിമിഷം പുള്ളി മേഘായപ്പോ എന്ത് പറ്റിയെന്നറിയോ? നല്ല ശക്തിയുള്ളൊരു കാറ്റ് വന്ന് അടിച്ച് ദൂരെ കളഞ്ഞു. അപ്പൊ ആൾക്ക് മനസ്സിലായി എന്താണ്, കാറ്റാണ് ഇതിലും പവർഫുൾ എന്ന്. അങ്ങനെ ആള് കാറ്റാവാൻ നോക്കി. അടുത്തത് കാറ്റായി കേട്ടോ. കാറ്റായി ഇങ്ങനെ പോയപ്പോണ്ടല്ലോ വലിയൊരു പാറക്കല്ല്, അതിഭയങ്കരനൊരു പാറക്കല്ല്. ഈ പാറക്കല്ലിനെ ആൾക്ക് ഈ കാറ്റിന് മാറ്റാൻ പറ്റുന്നില്ല. കാറ്റ് എത്ര ശക്തിയായിട്ട് വീശി നോക്കിയിട്ടും ഈ പാറക്കല്ല് മാറുന്നില്ല. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഈ പാറക്കല്ലാണ് ഏറ്റവും പവർഫുള്ള്. അങ്ങനെ ഞാനൊരു പാറക്കല്ലാവാം എന്ന് തീരുമാനിച്ച് അടുത്ത നിമിഷം ആള് ഒരു വലിയ കൂട്ടിനൊരു പാറക്കല്ലായപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? അവിടെ ഇരുന്നൊരു ശില്പി ഈ പാറക്കല്ലിനെ കൊത്തുന്നു. ഈ പാറക്കല്ലിനെയും കൊത്തി ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാൻ പറ്റുന്ന അപ്പൊ ഏറ്റവും പവർഫുൾ ആരായിരുന്നു? ശില്പിയായിരുന്നു, അല്ലേ? അപ്പൊ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ പല പൊട്ടൻഷ്യലും തിരിച്ചറിയാതെ നമ്മൾ വേറെ അയ്യോ അത് കാണുമ്പോൾ അതാണല്ലോ നല്ലത്, എനിക്ക് അതാവണം എന്ന് വിചാരിക്കുന്നത് ഇത് കാണുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഉള്ളൊരു ഫോമിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യാണ്ട് എനിക്ക് അവനെ പോലായാൽ മതിയായിരുന്നു, എനിക്ക് ഇവനെ പോലായാൽ മതിയായിരുന്നു, അവൾ എത്ര നല്ലതാണ്, അവളുടെ വീട്ടിൽ എത്ര നല്ലതാണ്. അല്ല, നമുക്കും കുറേ നന്മകളുണ്ട്.
അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്. ബിക്കോസ് അബൻഡൻസിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാത്തിലേക്കും പെട്ടെന്ന് ആക്സസ് ഉള്ളതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു കഥ പറഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ഫാദറിലേക്ക് തിരിച്ചു വരികയാണ്. ഫാദറോട് കഥ പറയട്ടെ. ഫാദർ അസാധ്യമായിട്ട് കഥ പറയുന്ന ആളാ, കേൾക്കാം അല്ലേ? ഇത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തൊരു കഥയാണ്. അതിങ്ങനെ കാട്ടിലൊരു പുഴുവുണ്ട്. ആ പുഴുവിൻ്റെ പേര് അങ്കുലപ്പുഴു എന്നാണ്. കുഞ്ഞുമക്കൾക്കറിയാമല്ലോ, ഇങ്ങനെ പണ്ട് കാലത്ത് ഇങ്ങനെ പലതരം അളവുണ്ടായിരുന്നു. അതിലൊരു വിരലിൻ്റെ നീളമാണ് ഈ അങ്കുലം എന്ന് പറയുന്നത്. ഇങ്ങനെ അളന്നെടുക്കാൻ പറ്റും. ഇപ്പം ഇതായത് ഈ ഫോണ്ട് 1.5 അങ്കുലമാണ്. അപ്പം ഈ പുഴു വിചാരിക്കുന്നത് താൻ ജന്മം കൊണ്ട് തന്നെ സ്കെയിലാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുഴുവിൻ്റെ ഏറ്റവും വലിയ ഹോബി ഏതെങ്കിലുമൊക്കെ ഒരിടത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. അതുവഴി എന്ത് കടന്നു പോയാലും പറയും ഒന്ന് നിൽക്കട്ടെ, ഞാൻ അളക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അഴഞ്ഞിട്ട് പറയും 2.5 അങ്കുലം നീളം, 1/2 അങ്കുലം വീതി പോയിക്കോളാൻ പറയും. അങ്ങനെ പറഞ്ഞു വിട്ടാൽ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ചിരി ചിരിക്കും. ആ ചിരിക്കകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചെന്നാൽ എൻ്റെ അളവിൽ ഒതുങ്ങുന്ന ഒരാളാണ് നീ. ഇതാണ് കാലാകാലങ്ങളായിട്ട് അങ്കുലപ്പുഴുവിൻ്റെ ചിരി. ഒരു ദിവസം അങ്കുലപ്പുഴ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കിളി വന്നു. പതിവ് ഹോബി ആരംഭിച്ചു. എഴയട്ടെ, ഇഴഞ്ഞോളാൻ പറഞ്ഞു. അങ്ങോട്ട് അഴഞ്ഞു, ഇങ്ങോട്ട് അഴഞ്ഞിട്ട് പറഞ്ഞു, കൃത്യമായിട്ടുള്ള അങ്കുലം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ പഴയ ചിരി ചിരിച്ചു. അപ്പം ഈ കിളി ഒരു പാട്ട് പാടാൻ തുടങ്ങി. ആ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ കുന്നിന് മുകളിൽ നിന്ന് ഇങ്ങനെ മയിലുകൾ താഴോട്ട് ഇങ്ങനെ പീലി വിരിച്ചു വന്നു. തടാകത്തിലെ മത്സ്യങ്ങൾ ഇങ്ങനെ നിശ്ചലമായി. കാറ്റൊരു സെക്കൻഡ് ഫ്രീസ് ചെയ്തു. എല്ലാം നിശ്ചലമായി പാട്ട് കേട്ടോണ്ട്. പാട്ട് കഴിഞ്ഞു, മയിലുകൾ മടങ്ങിപ്പോയി, മീൻ ഊളിയിട്ടു, കാറ്റ് വീശി. അപ്പോൾ ഈ കുഞ്ഞിക്കിളി ഈ അങ്കുലത്തോട് ചോദിച്ച് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അങ്കുലപ്പുഴുവേ, ഏത് അങ്കുലം കൊണ്ട് നീ എൻ്റെ പാട്ടിനെ അളക്കും? അങ്കുലപ്പുഴുവേ, ഏത് അങ്കുലം കൊണ്ട് നീ എൻ്റെ പാട്ടിനെ അളക്കും? ഇത് ഞാൻ കേൾക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ് അധ്യാപകൻ പറഞ്ഞ കാര്യം. മുത്തശ്ശി കഥ എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിലെ മുത്തശ്ശി സ്വന്തം ദുഃഖങ്ങൾ കൊണ്ട് ഒരു കഥയും പറഞ്ഞിട്ടില്ല. പിന്നെ അതും ഒരു സങ്കല്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അമ്മമാർ കഥ പറയുമോ? അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, കഥ പറഞ്ഞില്ലെങ്കിലും സാരമില്ല, ആ തള്ളക്കൊന്ന് പ്രാകാതിരാൻ പാടില്ലേ, അതിങ്ങനെ പ്രാഗിക്കൊണ്ടായിരിക്കണം ഫുൾ ടൈം. അപ്പം അത് കഥയൊക്കെ സിനിമ കഥയൊക്കെ ഉള്ളട്ടെ, മുത്തശ്ശി കഥ. ഇപ്പം കിട്ടിയ ഏറ്റവും ഭംഗിയുള്ള കഥ ഇതാണ്. പക്ഷേ ഈ കഥ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഇത്രയേ ഉള്ളെന്ന് പറയുമ്പോൾ ഞാൻ പതുക്കെ ഈ അങ്കുലപ്പുഴുവിനെ ഓർക്കും, ഈ കിളിയെ ഓർക്കും. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സോട് പറയും, ഇല്ല, ഒരങ്കുലത്തിലും പെടുന്നതല്ല എൻ്റെ പാട്ട്, എൻ്റെ സംഗീതം, എൻ്റെ കമ്പാഷൻ. അപ്പം ആ ധൈര്യം എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കിയെടുത്താൽ നല്ലതായിരിക്കും. ആ ധൈര്യത്തിലാണ് ഈ ലോകത്തെ എല്ലാ തരത്തിലുള്ള മത്സരങ്ങൾ തീഴാൻ പോകുന്നത്. ആ ധൈര്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പേരൻസിനും വ്യത്യാസം ഉണ്ടാവും. അവർ ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കമ്പയർ ചെയ്യത്തില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് താരതമ്യപ്പെടുക എന്നുള്ളതാണ്. അടുത്ത വീട്ടിലെ കുട്ടിയെന്ന് മാത്രമല്ല, ഒരു വീട്ടിലെ മൂത്താൾ ഇളയാൾ നമ്മൾ താരതമ്യപ്പെടുവരെ. അവൾക്ക് മാർക്ക് കിട്ടിയില്ല, നിനക്ക് എന്നാ പറ്റി, അവൾ മെഡിസിന് ചേർന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളോട് മുതിർന്നവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം കമ്പാരിസനാണ്, താരതമ്യമാണ്. അതിൻ്റെ വിഷമം നിങ്ങൾക്ക് പിടുത്തം കിട്ടണമെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ ഭാര്യ പറയണം, അടുത്ത വീട്ടിലെ ചേട്ടൻ എത്ര നല്ലതാണ് എന്ന് പറയുമ്പോൾ എൻ്റെ വിഷമം പിടുത്തം കിട്ടും. ആ വിഷമമാണ് നിങ്ങൾ കുട്ടിക്ക് ഓരോ നിമിഷം കൊടുത്തുകൊണ്ടിരിക്കണം. വെറുതെ ഒന്ന് മീതെ എഴുതാന്നുള്ളൊരു സാധ്യത ഒന്ന് അവസാനിപ്പിച്ചിട്ട് അവരെ നോക്കി ഒന്ന് വണ്ടർ ചെയ്യാൻ പറ്റുമോ? കുട്ടികളുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് സെൻസ് ഓഫ് വണ്ടറാണ്. അവർക്ക് എല്ലാത്തിനും നോക്കി ഇങ്ങനെ വണ്ടർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയായിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കുട്ടി പറയാൻ പോകുന്ന അവിടുത്തെ കോളാമ്പി പൂക്കൾ, അവിടുത്തെ ഒരു കുഞ്ഞു പൂച്ചയെക്കുറിച്ചൊക്കെ ആയിരിക്കും. നിങ്ങളാണ് അയാൾ ഉപയോഗിക്കുന്ന കാറിൻ്റെ ബ്രാൻഡൊക്കെ പറയുന്നത്, അല്ല വീടിൻ്റെ വലിപ്പമൊക്കെ. ഇപ്പം എന്തിലും വിസ്മയിക്കാൻ പറ്റുന്നൊരു മനസ്സായി കുഞ്ഞുങ്ങളുടേത്. നിർഭാഗ്യവശാല് എല്ലാത്തിനും വിസ്മയങ്ങൾ തീർന്ന നമ്മുടെ മധ്യ അവർ പറന്നുപോയി എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപരാധം. താങ്ക് യു. നമ്മളെ ഈ ശ്രദ്ധയുടെ കാര്യം മുന്നേ ഒന്ന് പറഞ്ഞു പോയി. അതായത് നമുക്ക് അറ്റൻഷൻ ഭയങ്കര കുറവാണ്, ഒന്നിലും അറ്റൻഷൻ നിൽക്കാത്തൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്ന് പറയുന്ന പോലെ. അതുപോലെ ഇപ്പോൾ ഫാദർ പറഞ്ഞു പോയൊരു കാര്യത്തിനകത്ത് അതുണ്ട്. അവരെ എത്ര ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നുള്ളത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് അവർക്ക് ശ്രദ്ധ കൊടുത്ത് കേൾക്കുക എന്നുള്ളത് അങ്ങനെ നമുക്ക് പലപ്പോഴും പറ്റാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അല്ലേ. നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്താണെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ അറിയാതെ ഫോണിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന ഒരു കാലത്തിൽ ആണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് ദേഷ്യം വരാറുണ്ടോ? കുട്ടികളോട് ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഈ കഥകളൊക്കെ സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പേരൻസിനോട് ഷെയർ ചെയ്യാറുണ്ടോ? പറയാറില്ലേ? ആരാ പറയാത്ത? ഇവിടെ ആരോ പറയാറില്ല എന്ന് പറഞ്ഞല്ലോ. അതെന്താടാ പറയാത്തെ? കേൾക്കൂലേ? പറഞ്ഞ കേൾക്കൂല? ഓക്കെ, അപ്പൊ പറയാത്തവരുണ്ട്. അപ്പൊ പറയാത്തവരുടെ അച്ഛനും അമ്മയും എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കേൾക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് സ്കൂളിലൊന്ന് ചെയ്തിട്ട് വന്നതെന്നുള്ളത്. അപ്പോൾ ഈ പറച്ചിലും കേൾവിയിലും കുഞ്ഞു കുഞ്ഞു പറച്ചിലും കേൾവിയിലും ഒരുപാട് കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ്ക്ലൂസീവ് അറ്റൻഷൻ അത് കുറച്ചു നേരം ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയമുണ്ടല്ലോ, അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല മാറ്റേഴ്സ്, അതിൻ്റെ ക്വാളിറ്റിയാണ് മാറ്റർ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതായത് നമ്മൾ ഒരു ദിവസം മുഴുവൻ കുട്ടിയുടെ കൂടെ ഇരുന്നോട്ടെ, പക്ഷെ നമ്മൾ വേറെ 100,000 കാര്യങ്ങളിൽ ഇരിക്കുന്നതിൽ കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 10 മിനിറ്റ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അതിനോട് ആ ഇമോഷൻസ് മിമിക് ചെയ്ത് അതിൻ്റെ കൂടെ ഇരുന്ന് അത്രയും ക്വാളിറ്റി കൊടുക്കാൻ പറ്റുമ്പോഴാണ് ആ 10 മിനിറ്റിനാണ് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എല്ലാവർക്കും 10,000 ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, എല്ലാവരും തിരക്കാണ്. അപ്പം എല്ലാ റിലേഷൻസിലും പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളോട് ഇടപെടുന്ന സമയത്ത് ആ ഒരു സമയത്തിന് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാം എന്ന് തോന്നുന്നു. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഫാദറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ, എല്ലാവർക്കും സമയക്കുറവാണ്. ഇതിപ്പോൾ നമുക്ക് പേരൻറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും സമയക്കുറവാണ്. അപ്പോൾ പ്രയോറിറ്റി നമ്മുടെ മാറുന്നുണ്ട്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായി പലപ്പോഴും പേരൻറ്റിങ് വരാറുണ്ട്. എങ്ങനെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും? ഒറ്റ വാക്കിൽ ഈ പാരൻറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വാക്ക് അക്കമ്പനിമെൻ്റ് എന്ന് പറഞ്ഞ വാക്കാണ്, അനുയാത്ര. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കാര്യമായിട്ട് വാക്കുകൾക്ക് പ്രസക്തിയില്ല. കാരണം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഫോണൊക്കെ ഇപ്പോൾ ഇട്ടിരിക്കുന്നില്ല എയറോപ്ലെയിൻ മോഡ് എന്ന് പറഞ്ഞ കണക്ക്, അത് കണക്കാണ് അവരുടെ മനസ്സ് എയറോപ്ലെയിൻ മോഡിലാണ്. ഫങ്ഷൻ ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഫങ്ഷൻ ചെയ്യണില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആകപ്പാടെ ചെയ്യാവുന്നൊരു കാര്യം ഇങ്ങനെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ട്രോമാറ്റിക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം. നമ്മൾ ഒത്തിരി ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ കാലത്തെ. നമ്മൾ 5 പേര് അല്ലെങ്കിൽ 6 പേര് ഇങ്ങനെ വളർന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് സത്യം പറഞ്ഞെന്നാൽ വളർന്നു എന്ന് മാത്രമേ പറഞ്ഞാൽ മതി. അതിനകത്ത് ഈ മഴയത്തൊക്കെ ഇങ്ങനെ തകരയൊക്കെ വളർന്ന കണക്ക് വളർന്നു മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു പഴയ കാലത്തെ നമുക്ക് എന്തുകൊണ്ട് മെച്ചപ്പെടുത്തിക്കൂടാന്ന് പറഞ്ഞൊരു കുഞ്ഞ് ചലഞ്ചിനാണ് അത് പ്രേരിപ്പിക്കുന്നത്, കുഴപ്പമില്ല. നമുക്ക് വെറുതെ അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. കാര്യമായി കറക്ഷൻസ് പോലും കുട്ടികൾക്ക് പിടുത്തം കിട്ടത്തില്ല. അവർ ഏറ്റവും വൾണറബിളായ ചില സിറ്റുവേഷൻസിനകത്ത് നിങ്ങൾ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാശ്ചാത്യമൊക്കെ ഉൾപ്പെട്ട അല്ലെങ്കിൽ അതൊരു സ്പെസിമെനായിട്ട് മാത്രം എടുത്താൽ മതി. ഒരു കുട്ടി ഭയങ്കര അവൻ്റെ കൈവിട്ട് പോവുകയാണ് അവൻ്റെ മീതെയുള്ള കാര്യങ്ങൾക്കകത്ത്. പക്ഷെ വൈകാതെ ആ സ്കൂള് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അവർ പറഞ്ഞു ഞങ്ങളതൊരു വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞങ്ങളത് മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നൊക്കെ പറയുന്നത് ഒരു സെക്കൻഡ് തോട്ടാണ്. ആദ്യത്തെ തോട്ട് എപ്പോഴും എന്താണ്? ചലഞ്ചിന് ചലഞ്ചാണ്. എൻ്റെ ചേട്ടൻ്റെ കുട്ടികൾ ചെറുതായപ്പോഴും ചേട്ടൻ ചെറുപ്പമായിരുന്നപ്പോൾ ഉള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വഴക്ക് തുടങ്ങുന്നത് ഒരു അച്ഛനും മകളും ഒക്കെയാണ്. വഴക്ക് തുടങ്ങിയപ്പോൾ ഏതാണ് അച്ഛൻ ഏതാ മകൾ നമുക്ക് പിടുത്തം കിട്ടത്തില്ല. പിന്നെ 2 എനിമീസാണ്. ഇത് നമ്മളെക്കാൾ 4-1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ മനുഷ്യനാണ്, ചെറിയ മനുഷ്യത്തെയാണെന്നുള്ള ബോധം നമ്മുടെ തലേന്ന് പോകും. നമ്മൾ പിന്നെ അവരെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മളെ കണക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നിനും പൊതുവായ നിർദ്ദേശങ്ങളില്ല. അകപ്പാടെ ചെയ്യാവുന്നത് അവൻ്റെ ഒരു സ്ട്രെസ്സിലും അവൻ്റെ ബുദ്ധിമുട്ടിലും അവൻ്റെ ഏകാന്തതയിലും അവൻ്റെ ഭീതിയിലും ഒക്കെ വെറുതെ ഒന്നിങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റുമെന്നുള്ള, വെറുതെ ഒന്ന് പൊതിഞ്ഞു പോകാമെന്നുള്ളതാണ്. ഏതോസിലൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്, ട്രൈൻ ടു ഇങ്ങനെ
മേക്ക് ഇറ്റ് ഒരു ഒരു എൻറാപ്പ് എന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിക്കുന്നത്. എൻറാപ്പ് ഒരു എൻഷൗഡ്. ഇപ്പം ക്യാൻ യു എൻഷൗഡ് യുവർ ചിൽഡ്രൻ, ക്യാൻ യു എൻറാപ്പ് യുവർ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ചലഞ്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കുട്ടികളായിട്ട് തന്നെ മെച്ചപ്പെടുത്തുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയുള്ള കുട്ടികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ എൻ്റെ സ്നേഹിതന്മാരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് പരിചയപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇത് ഇവരുടെ കുട്ടികളല്ല, ഹോസ്പിറ്റലിൽ വെച്ച് മാറിയെടുത്ത കുഞ്ഞുങ്ങളാണ്. അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും നല്ല കുഞ്ഞുങ്ങൾ ഇവർക്കുണ്ടാവുന്നത് എന്ന് അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഭംഗിയുള്ള കുട്ടികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയാം അത് വെറുതെ കാൽപ്പനികമാക്കിയാണ് കാര്യങ്ങൾ. ഇത് കാൽപ്പനികമല്ല, വെറുതെ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് ഞാൻ അശ്വതിയിലോട്ട് തന്നെ വരേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബോഡി ഷെയ്മിങ് നടത്താറുണ്ടോ? ആരെങ്കിലും ശാരീരികമായ പ്രത്യേകതകളുടെ പേരിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്നോളം ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഇപ്പം 40 വയസ്സിന് മീതെയുള്ളവരെന്ന് ആലോചിച്ച് നോക്കുക അവരുടെ കുട്ടിക്കാലം. ഈ വൈകല്യങ്ങളുടെ പേരിലായിരുന്നു അവർ അധ്യാപകരും സഹപാഠികളും ഒക്കെ അവർക്കിടയിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കോങ്കണ്ണുള്ളൊരു അധ്യാപകൻ, ഞൊണ്ടിയായൊരു പ്യൂണ. കുട്ടികൾ ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പം അതെന്തായാലും നിങ്ങൾ പഠിപ്പിച്ചിട്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് ഹോസ്പിറ്റൽ രജിസ്റ്റർ ഒന്ന് തപ്പി നോക്കിക്കോളും, കുട്ടി മിക്കവാറും മാറിപ്പോയതായിരിക്കും. അങ്ങനെ സാധ്യമുണ്ടെന്നേ. കാരണം അവർക്ക് മാതൃക പോലും ഇല്ല അങ്ങനെ അവരുടെ മുമ്പിൽ. അപ്പോൾ ബൈ ബർത്ത് നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബൈബിളൊക്കെ ഞാൻ പറയുന്ന ആവർത്തിക്കുന്നത് വിഷമം വിചാരിക്കരുത്. നമുക്ക് പരിചയമുള്ളൊരു പുസ്തകത്തിൻ്റെ അപ്പുറം ഇപ്പുറം കിടന്ന് കറങ്ങുന്നു മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്ത് പറയുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്, വരുവാനിരിക്കുന്നവൻ്റെ ചെരുപ്പഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഈ ഒരു ഒപ്റ്റിമിസം നമുക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് പുലർത്തിയില്ലെങ്കിൽ നമുക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വഴിതെറ്റും. നമ്മുടെ കുഞ്ഞു മക്കളുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ നമുക്ക് യോഗ്യതയില്ല. വീടിനകത്തൊക്കെ എന്തെങ്കിലും വഴക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. നിങ്ങൾക്കിടയിൽ വഴക്ക് നടക്കുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ ടോപ്പിക്ക് മാറ്റുന്നത്, എന്ത് ഭംഗിയായിട്ടാണ് കൂട്ടത്തിൽ പരിക്ക് പറ്റുന്നവരൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒത്തിരി അനുഗ്രഹങ്ങളെ കാണാതെ പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം നേരത്തെ പറഞ്ഞാൽ യുവർ പ്രഷ്യസ് ചിൽഡ്രൻ. യുവർ ചിൽഡ്രൻ ആർ പ്രഷ്യസ്. അതെന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ കൈ നടന്നു പോകുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകാൻ പോകുന്നത്. ഇപ്പം ഈ കോർത്ത് പിടിച്ച കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുട്ടി ഒരു ഹോസ്റ്റലിൽ പോകുമ്പോൾ പോലും പിന്നെ വീടെന്താണ്? വീടല്ല, അത് വെറുതെ ഒരു എംപ്റ്റി നെസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറേ കൂടി ഭംഗിയായിട്ട് കണ്ടുകൂടെ ശ്രദ്ധിച്ചുകൂടെ എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളോട് ഞാനൊരു കുഞ്ഞു കാര്യം എന്ന് പറഞ്ഞോട്ടെ. ബുദ്ധൻ്റെ പടം വരയ്ക്കാണ് ഏറ്റവും എളുപ്പം അല്ലേ? 2 വലിയ ചെവി വരച്ചാൽ മതി അല്ലേ? പിന്നെ ഒരു വട്ടം വരച്ചു, പിന്നെ ഒരു ചെറിയ 2 വട്ടം കൂടി വരച്ചാൽ ബുദ്ധൻ്റെ പടമായി. ഏതൊരാൾക്കും വരക്കാവുന്നതാണ്. ഇങ്ങനൊരു വട്ടം, ഇങ്ങനെ പടവളം കണക്ക് 2 ചെവി. ആർക്കെങ്കിലും ഇങ്ങനെ നീണ്ട ചെവി ഉണ്ടാവും മക്കളെ? ഇല്ല. എന്നിട്ടും ബുദ്ധൻ്റെ കാലം തൊട്ട് തന്നെ ഉള്ള മ്യൂറലുകളിൽ ഈ ഭിത്തിയിലെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മ്യൂറൽസ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഈ ബുദ്ധനെ വരക്കുന്ന വലിയ ചെവിയോട് കൂടിയാണ്. എന്താ കാര്യം? ബുദ്ധ വാസ് എ മാൻ ഓഫ് ലിസണിങ്. അങ്ങനെ ലിസൺ ചെയ്ത് അയാളുടെ സംസാരം കുറയുകയും ചെവി വലുതാകുകയും ചെയ്യുന്നുള്ളതാണ് ഒരു സങ്കല്പം. അതിനൊരു പോയറ്റിക് മെറ്റഫറായിട്ട് എടുത്താൽ മതി. ഞാൻ വിചാരിക്കുന്നു പേരൻസിനെ വർഷങ്ങൾക്ക് ശേഷം ഓർമ്മിക്കുമ്പോൾ കുട്ടികൾ പടം വരച്ചെടുക്കാൻ നോക്കുമ്പോഴേക്കും, ഒരു രേഖാചിത്രം വരക്കാനായിട്ട് നോക്കുമ്പോഴേക്കും അവർ വരക്കുന്ന നിങ്ങളുടെ ചെവി കുറച്ചുകൂടി വലുതായിരിക്കണം. അതാണ് ഒരു പക്ഷേ ഈ ദിവസം ഇത്രയും പേര് ഒത്തുകൂടിയൊരു ദിവസത്തിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തരാനുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഒരു സ്പിരിച്വൽ ചലഞ്ച്. താങ്ക് യു ഫാദർ, ദാറ്റ് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ. ശരിക്കും ആ വലിയ ചെവിയുടെ എക്സാമ്പിൾ അല്ലേ, അത് ഗംഭീരമായിരുന്നു. നല്ലൊരു കൈയടിയും കൂടെ ആവാൻ തോന്നുന്നു. ഒന്ന് ഉഷാറാവാനുണ്ട് എല്ലാവരും. ഒരു ചെറിയൊരു കാര്യത്തിനെ കുറിച്ച് കൂടി സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് മൈക്ക് ഓഡിയൻസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നമുക്കൊരു ഇൻട്രാക്ഷൻ ആവാം എന്ന് തോന്നുന്നു. എനിക്ക് അതിനിടയ്ക്ക് ഫാദറിനോട് ചോദിക്കാനുള്ള ഒരു പെർസ്പെക്റ്റീവ് ഇതാണ്. അതായത് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു ഡിസ്കഷൻ ടോപ്പിക് ആയിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, നമുക്കൊക്കെ നമ്മുടെ മുതിർന്ന തലമുറയെ നമ്മൾ ഹൈറാർക്കി അനുസരിച്ച് ബഹുമാനിച്ചിരുന്ന ആളുകളാണ് അല്ലെ? മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഹൈറാർക്കി. നമ്മൾ അങ്ങനെയാണ് എപ്പോഴും എല്ലാ കാലത്തും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ അല്ല എന്നുള്ളതിൽ നമുക്ക് നല്ല ആശങ്കയുണ്ട്. കുട്ടികൾ ബഹുമാനിക്കുന്നില്ല എന്നൊരു കാര്യം.
എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മുതിർന്ന തലമുറയെ റെസ്പെക്ട് ചെയ്തിരുന്നതിൻ്റെ ഒരു മേജർ ഫാക്ടർ എന്ന് വെച്ചാൽ, അതായത് മനുഷ്യൻ തലമുറകളായിട്ട് ഇതിങ്ങനെ ഫോളോ ചെയ്തു വന്നിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെ സർവൈവൽ സ്കിൽസ് പഠിപ്പിച്ചു തന്നിരുന്നത്, ലോകത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നത് നമ്മുടെ മുതിർന്നവരിൽ നിന്നായിരുന്നു അല്ലേ? നമുക്ക് മീൻ പിടിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ മരത്തിൽ കയറാനായിക്കോട്ടെ, നമുക്ക് ഹണ്ട് ചെയ്യാനായിക്കോട്ടെ, ഒരു എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിക്കോട്ടെ, നമ്മുടെ ബേസിക് സർവൈവൽ സ്കിൽസ് പഠിപ്പിച്ചു തന്നിരുന്നത് നമ്മുടെ ആൻസെസ്റ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരെ റെസ്പെക്ട് ചെയ്യാനുള്ള, കാരണം ഇവരോട് റെസ്പെക്ട് കാണിക്കണം എന്നുള്ളൊരു സംഭവം അത് നാച്ചുറലി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി 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 വരുന്നത് കൊണ്ട് ഇത്തരം സ്കില്ലുകൾക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അവരെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. പലപ്പോഴും നമ്മളെ കഴിഞ്ഞും ഈസിലി പല ഇൻഫർമേഷനും അവർ ആക്സസ് ചെയ്യുന്ന ഒരു കാലത്തായി. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ റെസ്പെക്ട് കൊണ്ടുവരാം എന്നുള്ളൊരു സ്ട്രഗിൾ പലപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ ഈ ഹൈറാർക്കി വെച്ചുള്ള റെസ്പെക്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യരെ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവിലേക്കാണ് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഹൈറാർക്കി വെച്ചുള്ള ഒരു റെസ്പെക്റ്റിന്റെ കാലം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫാദറിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് ഈ റെസ്പെക്ട് എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ച്? എനിക്ക് തോന്നുന്നത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു ഭംഗിയുള്ള പരിണാമമാണ് ഇത്, വെരി മച്ച് ഓർഗാനിക്. കാരണം നമ്മുടെ ഒരു ഘടനയിൽ പല തട്ടുകൾ കിടപ്പുണ്ട്. കാരണം അത്രയും തട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചത്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, വടക്കേ ഇന്ത്യയിലായിരുന്നു ഈ പറഞ്ഞ തൊട്ടുകൂടായ്മയും അകൽച്ചയൊക്കെ എന്നൊക്കെ പറയുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ തൊട്ടുകൂടായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കാണുന്നത് പോലും ഇങ്ങനെ തെറ്റായിട്ട് കരുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു. വരമ്പത്തൊക്കെ മനുഷ്യർ മാറിപ്പോയിരുന്ന കാലമൊക്കെ കുറച്ച് വർഷം പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഘടനയെ കിടപ്പുണ്ട്, ഈ തട്ട് എന്ന് പറയുന്ന ശ്രേണികൾ. ആ ശ്രേണികൾ ഇല്ലാതെയായി പോകുന്നതിൻ്റെ ഒരു ഭംഗിയുള്ള ഇവോൾവിങ് പോയിൻ്റായിട്ട് ഇതിനെടുത്താൽ നല്ലതായിരിക്കും. അതിങ്ങനെ വിദേശങ്ങളിലൊക്കെ അധ്യാപകരായിട്ട് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരു ബൈ നെയിമാണ് വിളിക്കുന്നത്. ഇപ്പം എൻ്റെ ചേട്ടനൊരു ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾ പുള്ളി വിളിക്കുന്ന വാക്ക് സെൻ, വി ഹാവ് സംതിങ് ടു ടോക്ക് വിത്ത് യു. ഇതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് റെസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഒരു ഉടവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ പുതിയൊരു വേർഷനാണ്. ആ പുതിയ വേർഷനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പം എന്താ ബുദ്ധിമുട്ട്? ഈ വേർഷൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റു പല ശ്രേണീപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കകത്തും വ്യതിയാനം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ പരിഗണനയിലോട്ട് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും. ഇപ്പോൾ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞ് കഥ കൂടി ഒന്ന് ഓർക്കുകയാണ്. ഈ അന്നത്തെ രാജാവ് ഈ ബുദ്ധനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്നോളമുള്ള അറിവുകളുടെ മൂല്യം എന്താണ്, ഗ്രന്ഥങ്ങളുടെ മൂല്യം എന്താണ്? വിശേഷിച്ചും ഇങ്ങനെ കുറേ പുസ്തകങ്ങളിലൊക്കെ ഇടയിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ മൂല്യം എന്താണ്? അപ്പം അതിന് ഉദാഹരണമായിട്ട് ഈ മനുഷ്യൻ കാണിക്കുന്നത് ഒരു തട്ടെടുക്കാൻ പറഞ്ഞു. ആ തട്ടിൽ അന്നോളം എഴുതിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വെച്ചു. പഴയകാലമാണ്, ചുരുളുകളാണ്, ഭയങ്കര ഹെവിയാണ്. എന്നിട്ട് ഒരു 7-8 വയസ്സുള്ള ഒരു മെല്ലിച്ച കുഞ്ഞിനെ തട്ടിൻ്റെ മറുതട്ടിലും വെച്ചു, ത്രാസിൻ്റെ മറുതട്ടിലും വെച്ചു. എന്നിട്ട് തൂക്കി നിൽക്കുമ്പോൾ ഈ കുട്ടിയിരുന്ന തട്ട് താണു പോവുകയും ഈ മുഴുവൻ അറിവുകളുടെയും തട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നു പൊങ്ങുകയും ചെയ്തു. എന്നിട്ട് ബുദ്ധ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, ഒരു മെല്ലിച്ച ഒരു ചെറിയ കുട്ടി പോലും നിങ്ങളുടെ എല്ലാ അറിവുകൾക്കും മീതെയാണ്. അപ്പം അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഈ നാട്ടിലെ ആചാര്യന്മാർ പറയാൻ ശ്രമിച്ച ഒരു കാര്യത്തിന് പതുക്കെ പതുക്കെ വേറൊരു തരത്തിലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ ഈ കുഞ്ഞുങ്ങൾക്കും പിടുത്തം കിട്ടും, ഒരു മനുഷ്യനുള്ള മൂല്യമുള്ളതല്ല ഒന്നും, ഓൺലി മാൻ മാറ്റേഴ്സ്. അപ്പം നമ്മുടെ ഈ സാമ്പ്രദായിക ചില ആചാര രീതികൾക്കകത്ത് സംഭവിക്കുന്ന വ്യതിയാനം കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മീതെ തീർപ്പ് കൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് ഓഡിയൻസിലേക്ക് ഒന്ന് പോയാലോ? ഒന്ന് ഓഡിയൻസിന്റെ മൈക്ക് പാസ് ചെയ്യോ? ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. അച്ഛൻ്റെ അവസാനത്തെ പുസ്തകമായിരുന്നല്ലോ വെറും ഒരു ഓർമ്മതൻ കുരുന്നതുപോലെ. അതിൽ നഷ്ടപ്പെട്ടു പോയ ബാല്യത്തിൻ്റെ വീണ്ടെടുക്കൽ വളരെ കൃത്യതയോടെ
അച്ഛനെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അച്ഛനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒന്നാണ് സമുദ്രം അല്ലെങ്കിൽ സീ. അത്തരമൊരു ഇമേജറികൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നുണ്ടോ അവരുടെ സ്വഭാവവും അവരുടെ പരിണാമങ്ങളും രൂപപ്പെടുത്തുന്നതിൽ? താങ്ക് യു വിശേഷം ഫോർ റെഫറിങ് ദ ബുക്ക്. ആ ബുക്കിൻ്റെ ഒരു 95 ചെറിയ കുറിപ്പുകളുള്ള ഒരു പുസ്തകമാണ് ഈ ഓർമ്മയുടെ കുറിപ്പെന്ന് പറയുന്നത്. ആ 95 കുറിപ്പ് നമ്മൾ പല സമയത്തായിട്ട് എഴുതിയതാണ്. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് വായിക്കുമ്പോൾ അതിനകത്ത് എനിക്ക് പിടുത്തം കിട്ടുന്ന ഒരു കാര്യം ഇതാണ്, ഒരു നൊസ്റ്റാൾജി ഇല്ലാത്തൊരു പുസ്തകം അത്. കുട്ടിക്കാലം എന്ന് പറഞ്ഞൊരു സംഭവം ഒരു തരത്തിലും ഒരു ഭയങ്കര സന്തോഷമുള്ള ഓർമ്മയായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നില്ല. അത് നമുക്ക് വ്യക്തിപരമായിട്ട് മോശപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. വീടൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നു, കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഇടപെടുന്ന ഒരു അപ്പനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് ആകെപ്പാടെ മനസ്സിലാവുന്നത് ഈ മുതിർന്നവരൊക്കെ കൂടി വിചാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു കുട്ടിക്കാലം നമുക്ക് സൃഷ്ടിക്കാമായിരുന്നു. കടൽ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ജോഗ്രഫിയുടെ മാത്രം ഭാഗമാണ്. ഈ പുറത്തുള്ള ഈ ഭൂപടത്തെക്കാൾ വളരെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഈ ആന്തരിക ഭൂപടം എന്ന് പറയുന്ന സംഭവം. ഈ ആന്തരിക ഭൂപടത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാങ്ങുള്ള ബാധ്യസ്ഥയുള്ള മനുഷ്യർ അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ പുസ്തകം എഴുതിയത് പോലും ഒരു കോഷൻ എന്ന നിലയിലാണ്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പം നമ്മൾ പറയുന്ന കണക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളും പറയരുത് ഈ മുതിർന്നവർക്കൊക്കെ എന്തിൻ്റെ കേടായിരുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് തോന്നും ഭയങ്കരമായിട്ട് നിങ്ങളോട് മുതിർന്നവരോട് ഞാൻ തർക്കിച്ചാണ് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് തർക്കിച്ച് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലായി. ഇനി പതുക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ട് ഇടിച്ചു പറയേണ്ട ബാധ്യത വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്തിരി ഒരു പൊതുവായൊരു ഭാഷയോ സ്വഭാവത്തിന് നിരക്കാത്ത ഒരു രീതിയിൽ ഞാൻ ഇപ്പോഴും അവസാനം വരെ മുതിർന്നവരെ ചലഞ്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രമോദ് ഇരുമ്പുഴി, അധ്യാപകനാണ്. പൊതുവെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളും ടോക്കുകളൊക്കെ ധാരാളം കേൾക്കുന്ന ആളാണ് ഞാൻ. ആ സമയത്തൊക്കെ ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞ അതേ മൂഡോടുകൂടി തന്നെയാണ് പലപ്പോഴും ക്ലാസ്സിലും ഒക്കെ പോവുക. പക്ഷേ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ പഴയ ഒരു എന്താ പറയുക ഈ പാട്രിയാർക്കി ബോധമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അധികാരം വരികയും അവിടെ എത്തുമ്പോൾ നമ്മൾ അറിയാതെ മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 19 വർഷമായിട്ട് ഹയർ സെക്കൻഡറിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ കണ്ട ആ കുട്ടിയുടെ കൊലവിളി വരുന്ന രീതിയിലുള്ള വീഡിയോ, അത്തരം നിരവധി സന്ദർഭങ്ങളിലൂടെ ഒരു 4-5 വർഷമായിട്ട്, പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷമായിട്ട് ക്ലാസ് റൂമുകളിലുമൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സ്കൂളിൽ തന്നെ നല്ലൊരു അടിപിടി ഉണ്ടായി. ഒരു ദിവസം അടിപിടി ഉണ്ടായി, തുടർച്ചയായിട്ട് 2-3 ദിവസങ്ങളൊക്കെ ഉണ്ടാവുന്നു. മുമ്പത്തേനേക്കാളും കൂടുതൽ പകയും കൂടുതലാണ്. ഹയർ സെക്കൻഡറി പ്രത്യേകത പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് തുടങ്ങി 4:30 വരെയാണ് അവരുടെ 4:40 ആണ് കൃത്യ ടൈം. 8:50 മുതൽ തുടങ്ങണം. അങ്ങനെ വലിയൊരു ടൈമിൻ്റെ ഇടയിലാണ് ഇവർ നിൽക്കുന്നത്. ലോകത്തെ എവിടെയും ഇത്രയും വലിയൊരു അക്കാദമിക സമയം ഉണ്ടാവും തോന്നുന്നില്ല. ആ ഫ്രസ്ട്രേഷനൊക്കെ ശരിക്കും കുട്ടികൾക്കായിരിക്കുന്ന സമയത്തും ഇപ്പോൾ നമ്മൾ നേരത്തെ അശ്വതിക പറഞ്ഞ പോലെ 1 മിനിറ്റ് മാത്രമേ കുട്ടികൾക്ക് റീൽസിലൂടെയൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ആ കാലത്താണ് നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് 8:50 തുടങ്ങി 1 മണി വരെ, പ്രത്യേകിച്ച് ഈ 15, 16, 17 വയസ്സുള്ള കുട്ടികളാണെന്നുള്ളതുകൊണ്ട് അവരുടെ മനസ്സും രീതിയും എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. അവരെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസും അല്ല, ടൈമും അല്ല. പിന്നെ ക്ലാസ് റൂം മുറിയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിൽ 50 കേരളം മുഴുവനെങ്കിലും, ഞങ്ങളുടെ ജില്ലയിലൊക്കെ മലപ്പുറം ജില്ലയിലെ ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കൂടുതലാണ്, ജില്ലയിൽ കൂടുതലാണെന്നുണ്ട് 65ഓളം കുട്ടികൾ തിങ്ങിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ഈ കുട്ടികളുടെ സ്വഭാവത്തിനെയും അവരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ സൈക്കോളജി ഒന്നും പലപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും സാധിക്കാറുമില്ല എന്നുള്ളൊരു പരാജയ ഭീതി ഈ കേൾക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്ത പോസ്റ്റിനകത്തും പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേരൻ്റ് വിചാരിച്ചിട്ടോ ഒരു അധ്യാപകൻ വിചാരിച്ചിട്ടോ മാത്രം നമുക്ക് ഇവിടെ ഒരു മേജർ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് ക്ലാസ് റൂമിൽ ഇന്ന സ്ഥലത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സ്കൂളാണ്. അപ്പോൾ പലതരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്.
ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എഴുന്നേറ്റ് നടക്കണം എന്ന് തോന്നിയാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് എണീറ്റൊന്ന് നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, ടീച്ചറിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഉള്ള സമയത്ത് അത് കൊടുക്കുന്ന ഒരു ലാഘവത്വം ഞാൻ കാണാറുണ്ട്. അതൊരിക്കലും അവരെ ഡിസിപ്ലിൻ ഇല്ലാത്തവരാക്കുന്നുമില്ല. അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കാലാനുസൃതമായിട്ട് വരേണ്ട കുറേ ചേഞ്ചസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട് എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനപ്പോൾ എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഒരേ സിലബസ് ആണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉപമയുണ്ട്. നമ്മൾ ചില സമയത്ത് മീനിനെ മരം കയറ്റം പഠിപ്പിക്കുന്നത് പോലെയാണ്, അത് അണ്ണാനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോഴും അന്ന് പഠിച്ച സൈൻ തീറ്റയും കോസ് തീറ്റയും ഇത് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മുടെ അക്കാഡമിക് സിസ്റ്റത്തിൽ തീർച്ചയായിട്ടും മാറ്റം വരുത്തണം. ആ ക്ലാസ് റൂമിൽ ഇരിപ്പിൻ്റെ സ്ട്രക്ചറിന് പോലും ഒരു മാറ്റം വരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് പൊതുവെ സമൂഹം എംബ്രേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് ആണെങ്കിലും കാര്യക്ഷമമായിട്ട് അതിനകത്ത് ഇടപെട്ട് കുറച്ചും കൂടി വെൽക്കമിങ് ആക്കണം ഇത്തരം പുത്തൻ ചേഞ്ചസിനെ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു കാര്യവും അതിനൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലേ. നിലവിലുള്ളൊരു കാര്യം മറ്റൊന്നിലേക്ക് പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജെർക്കുണ്ട്. ഞാൻ വിചാരിക്കുന്ന ആ ജെർക്കാണ് നമ്മൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ എല്ലാം കുറേ കൂടി ഭംഗിയായിട്ടും കലങ്ങി തെളിഞ്ഞുമൊക്കെ കുറേ കൂടി ഭംഗിയുള്ള ഒരു ബോധന രീതിയും പെഡഗോജിയും ഭംഗിയുള്ള അധ്യാപക വിദ്യാർത്ഥി ബന്ധവും പേരൻറ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവും തന്നെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ ജെർക്കിനെ ഒഴിവാക്കി നമുക്ക് അധികം കാലം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അതിനെ ഭയന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രത്യേക പ്രോജക്റ്റിൻ്റെ ഒരു പോർഷനായിട്ട് എടുത്താൽ നല്ലതാണ്. ചിലപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് കടന്നു പോകേണ്ടി വരുന്ന ചില തർക്കങ്ങളും വിഷമങ്ങളും ഒക്കെ. നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ സൗഹൃദത്തിലാണ് സാർ സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും കുട്ടികളോട് ഇൻറ്റിമസി ഉള്ള ഒരു അധ്യാപനം തന്നെയാണ്. എനിക്കൊന്ന് എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വിശേഷം ടപ്പനൊക്കെ ഒരു അധ്യാപകനായതുകൊണ്ട് നമുക്കറിയാം അതിങ്ങനെ വെറുതെ ഒരു തൊഴിലായിരുന്നില്ല, അതിപ്പോഴും തൊഴിലല്ല. പക്ഷെ ഒരു കുഞ്ഞു കാര്യം നമ്മൾ എപ്പോഴും ഓർത്താൻ നല്ലതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ടീച്ചർ ആൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് ഈ സെൻറ്റിലൊക്കെ പറഞ്ഞെങ്ങനെയാണ്, ഒരു ആപ്പിളിൽ എത്ര കുരുവുണ്ടെന്ന് എണ്ണിയെടുക്കുന്നതാണ് എന്ത് ടീച്ചർ, ഒരു കുരുവിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ആര് മാസ്റ്റർ. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് പല ലെവലിലുള്ള ഈ ഫസ്റ്റ് പ്രോസസ്സാണ്. ഇത്രേ പറ്റത്തുള്ളൂ, ഇതേ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പരീക്ഷകളിൽ തോറ്റ ചിലപ്പോൾ കുട്ടിയായിരിക്കും വർഷങ്ങൾക്ക് ശേഷം ഒരു പാലിയാറ്റീവ് കെയറിൽ തൻ്റെ ആരുമല്ലാത്ത ഒരു അപ്പച്ചനെ ശൗചം ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ പ്രോഗ്രസ് കാർഡിലെ മാർക്ക് മാത്രം ഇൻ്റലിജൻസ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരുന്ന കാലം മാറി. ഇപ്പോൾ പല രീതിയിലുണ്ട്, ചില പറയുന്ന 7 രീതിയിലുണ്ട്, അല്ലെങ്കിൽ 12 രീതിയിലുള്ള ഇൻ്റലിജൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോളണം, ഇമോഷണൽ ഇൻ്റലിജൻസ്. ഈ വൈകാരികമായ ബുദ്ധിയാണ്. ആ വൈകാരികമായ ബുദ്ധി ഒരു തർക്കമില്ലാതെ ഞാൻ പറയുകയാണ്, തൊട്ട് മുമ്പത്തെ തലമുറയേക്കാൾ നമ്മുടെ മക്കൾക്കാണ് കൂടുതൽ. അവർക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു 3 മിനിറ്റും കൂടി ഉണ്ട്. ഒരു ചോദ്യം കൂടി ആവാൻ തോന്നുന്നു. ആ ബാക്കിലൊന്ന് മൈക്ക് കൊടുക്കാൻ പറ്റും. What is your happiest moment in your life? അച്ചോടാ, അങ്ങനെ ചോദിച്ചാൽ ദിസ് മൊമെന്റ് ഞാൻ വെരി ഹാപ്പി. ഇത്ര ആളുകളോട് സന്തോഷമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മൊമെന്റ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. What about in your childhood? ചൈൽഡ്ഹുഡിലും ഒരുപാട് സന്തോഷമുള്ള മൊമെന്റ്സ് ഉണ്ട്. അതിപ്പോൾ സ്കൂൾ ടൈമിലായിക്കോട്ടെ, എനിക്ക് തോന്നിയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള എൻ്റെ ചൈൽഡ്ഹുഡ് മൊമെന്റിൽ ഒരു മൊമെന്റ് പറഞ്ഞു പോവാം. അത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപകൻ എന്നെ ഒന്ന് എടുത്തു. അധ്യാപകർ കുട്ടികളെ എടുക്കുന്നത് വളരെ അപൂർവമാണ് അല്ലേ. ചിലപ്പോൾ കിൻഡർ ഗാർഡൻസിൽ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ വല്ലാതെ കരഞ്ഞൊരു സമയത്ത് 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചിരുന്നൊരു അധ്യാപകൻ എന്നെ ഒക്കത്തെടുക്കുകയുണ്ടായി. എനിക്കെൻ്റെ സ്കൂൾ ലൈഫിൽ ചിലപ്പോൾ എനിക്ക് ഏറ്റവും മെമ്മറബിൾ, അദ്ദേഹം ഇന്നില്ല നമ്മളോടൊപ്പം, അദ്ദേഹം കഴിഞ്ഞ വർഷം ലോകത്തുനിന്ന് വിട്ടുപോയി.
അപ്പോൾ അദ്ദേഹം എന്നെ എടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു, ഇന്നും എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മൊമെന്റ് ആണ്. അതെനിക്ക് 5 വയസ്സുള്ളപ്പോഴത്തെ കാര്യം ഞാൻ എൻ്റെ ഈ 38ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ അത്ര കരഞ്ഞ സമയത്ത് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചത് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ്. ഇന്ന് അണുകുടുംബമാണ്, 2 കുട്ടികൾ, ചിലപ്പോൾ 3. അപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്ന പാരൻസ് തന്നെയാണ്. അവരുടെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമൊന്നും കുട്ടികളെ അറിയിക്കാറില്ല, പ്രയാസങ്ങൾ നമുക്കില്ലാത്തൊരു പ്രയാസം അവർക്കറിയരുത് ഭൂതകാലം, അതിൻ്റെ ഒക്കെ താല്പര്യമാണ്. പക്ഷെ അത് കുട്ടികളുടെ സ്വഭാവ രൂപത്തിനും പെരുമാറ്റത്തിനും ബാധിക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം, കേരളത്തിലെ കുട്ടികളുടെ മദ്യത്തിൻ്റെ രുചി അറിയുന്ന പ്രായം 12 വയസ്സിന് ഡാറ്റ കാണിക്കുന്നുണ്ട്. മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കില്ല. അപ്പോൾ ഒന്നും തൊടിക്കാതെ ഉള്ള കയ്യിലെടുത്ത് വളർത്തിക്കൊണ്ടിരുന്ന കുട്ടികൾ അവരൊക്കെ ഭാവിയിലേക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? അവർ നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അറിയിക്കേണ്ടതല്ലേ? എല്ലാ ആഗ്രഹം കുട്ടികൾ വാശി പിടിക്കുന്നുണ്ട്, കുട്ടികൾ നിയന്ത്രിക്കുന്ന ഒരു പാരൻസായി മാറുന്നുണ്ട്. 2 കുട്ടികൾ എല്ലാ ആഗ്രഹവും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. വേറെ ദോഷം കൂടി പാരൻസിന് കുട്ടികൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് അവരുടെ മറ്റ് സ്വാർത്ഥത, മറ്റു താല്പര്യങ്ങളൊക്കെ ഞാൻ പോണില്ല. അതൊക്കെ കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോഴത്തെ തലമുറയോട് അങ്ങനത്തെ രീതിയിൽ വിയോജിപ്പുണ്ടെങ്കിലും പ്രതീക്ഷയുണ്ട്. കാരണം ഭൗതിക ആർത്തിനെ ഇന്ന് സമൂഹത്തെ ഭരിക്കുന്നത്, എല്ലാം എക്കണോമിക്കലായിട്ട് കാണുന്ന, അത് ഗ്ലോബലിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്കിത് മാറി നിൽക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളായിരുന്നു. അതായത് കുട്ടികളുടെ നീഡ്സും വാണ്ട്സും രണ്ടാണല്ലോ. ആ ഒരു വ്യത്യാസം കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്, നമ്മളും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതിലും ഇമ്പോർട്ടൻ്റ് അവർക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിൽ കുറച്ചും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നമാണ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മൾ പെട്ടെന്ന് ആ കാര്യം, അതായത് പറഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ആ കാര്യം ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർ നാളെ ലോകത്ത് നിന്നും ഇത് തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യം നേടിയെടുക്കാനുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ഒരു എഫേർട്ട് എടുത്താൽ മാത്രം സമയമെടുത്തും എഫേർട്ട് കൊണ്ടും കിട്ടേണ്ട ചില സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് തീരെ ചെറുപ്പത്തിലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ പേരൻറ്റിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ ഒരു ഇത്ര സമയത്തിൻ്റെ അല്ലെങ്കിൽ ഇത്ര എഫേർട്ടിൻ്റെ ഇത്ര പൈസയുടെ സമയം ആവശ്യമുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം, ക്ഷമയുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അതിലേക്കുള്ള ആക്സസ് ഉണ്ട്. ആ ഒരു പ്രാക്ടീസ് പേരൻറ്റിങ്ങിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ എന്തും മേടിച്ചു കൊടുത്ത് എല്ലാം ആക്സസിബിൾ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം എന്ന് തോന്നുന്നുണ്ട്. ഒറ്റ വാക്ക് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. ഇടക്കശത്ത് പറഞ്ഞില്ലേ, ഈ നിമിഷമാണ് എനിക്ക് സന്തോഷമുള്ളതെന്ന്. പിന്നെ മോള് കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോഴാണ് വേറെ ഓർമ്മ എടുത്തത്. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പതുക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ദർ ഇസ് നോ നെക്സ്റ്റ്. നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നെക്സ്റ്റ് കാറ് വാങ്ങാം, വീട് പണിയുമ്പോൾ വിചാരിക്കുന്ന നെക്സ്റ്റ് വീട് വാങ്ങാം, മേ ബി നെക്സ്റ്റ് വുമൺ, നെക്സ്റ്റ് മാൻ. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു സംഭവമുണ്ട്. അതിനകത്ത് ഇങ്ങനെ സന്തോഷവും ഏകാഗ്രതയും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമീപനം ഉണ്ടെങ്കിൽ ദിസ് മൂമെൻറ്റ് ആ നെക്സ്റ്റിൽ നിന്ന് പതുക്കെ ഒന്ന് പുറത്ത് കടഞ്ഞാൽ നല്ലതായിരിക്കും. അതാണ് ഇദ്ദേഹം പറഞ്ഞ ഈ ആർത്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, 2 തരത്തിലാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അത് കുട്ടികൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഒരിക്കലും നമുക്ക് ഒരു തൃപ്തി അനുഭവപ്പെടുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടില്ലെങ്കിൽ നമുക്കത് കുട്ടികളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അസ്തി പറഞ്ഞ കണക്ക് ഈ നിമിഷം, ഈ ഒരു ദിവസം, ഈ ഒരു കടൽക്കരയിൽ ഈ വെയിലത്തൊക്കെ കടൽക്കാറ്റൊക്കെ ആയിട്ട് നമ്മളിരുന്നൊരു നിമിഷം തന്നെയായിരുന്നു ഏറ്റവും ഭംഗിയുള്ളൊരു നിമിഷം. ഇതൊന്നും ഇതിന് അവസാന വാക്കാന്ന് പറയാൻ മാത്രം ബുദ്ധിക്കുറവുള്ള ആൾക്കാരല്ല നമ്മൾ. പക്ഷേ ടേക്ക് യുവർ ചിൽഡ്രൻ സീരിയസ്ലി, അതിനു വേണ്ടിയുള്ളൊരു കുഞ്ഞു ക്ഷണം മാത്രമായിരുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ സമയം കഴിഞ്ഞു, അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഫാദറിനോട് ഇൻട്രാക്ട് ചെയ്തത് എനിക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡോടും കൂടി ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. ഗുരുമൊഴി കഥാവർത്തമാനങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. സെഷനിൽ പങ്കെടുത്ത ശ്രീ ബോബി ജോസ് കട്ടിക്കാടിനും ശ്രീമതി അശ്വതി ശ്രീകാന്തിനും നന്ദി അർപ്പിക്കുന്നു.